സ്വർണ്ണമേടുകളിൽ രാഗചാരുതയിൽ മൂകവീഥികളിൽ മഞ്ഞിൻ പൂമഴയിൽ സ്വർണ്ണമേടുകളിൽ രാഗചാരുതയിൽ മൂകവീഥികളിൽ മഞ്ഞിൻ പൂമഴയിൽ ഒരു കുളിരലയിളകി അതിലൊരു മലരിളകി മപഥ ഗമപ ഗമരിഗരി പഗരിശ ധനനധീം ധനനധീം ധീരന ധനനധീം ധനനധീം ധീരന വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി മണ്ണിൻ മൗനം മധുസ്വരമായി വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി മണ്ണിൻ മൗനം മധുസ്വരമായി പ്രേമവാഹിനികൾ പാടുന്നു പുഷ്പവല്ലരികളാടുന്നു പ്രേമവാഹിനികൾ പാടുന്നു പുഷ്പവല്ലരികളാടുന്നു ധിരനധീന്ത ധിരനധീന്ത സാമഗപമധപസ ധപസ ധനനധീം ധനനധീം ധീരന ധനനധീം ധനനധീം ധീരന താഴ്വാരങ്ങൾ അരുണിമ ചാർത്തി തളിർവാടങ്ങൾ കുടകൾ നിവർത്തി താഴ്വാരങ്ങൾ അരുണിമ ചാർത്തി തളിർവാടങ്ങൾ കുടകൾ നിവർത്തി ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു. You carry on, please. I am sorry. Sir. വിശ്വനാഥ സാർ അല്ലേ? അതെ. എന്നെ അറിയോ? പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എറണാകുളത്ത് വെച്ച്. ഞാൻ എവിടെയാ പഠിച്ചത്? അത് ശരി. എന്താ പേര്? ശ്യാമ. ശ്യാമ മേനോ സാറിന്റെ ചന്ദ്രന്റെ സിസ്റ്റർ അല്ലേ? അതെ. എങ്കിലും നേരത്തെ പറഞ്ഞൂടെ? ഞാൻ നിങ്ങളുടെ ഒരു അതിഥിയല്ലേ? എന്ന് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വല്ലപ്പോഴും, മറന്നു പോകാതിരിക്കാൻ. ആരായി പാട്ട് പാടിയിരിക്കുന്നത്? നല്ല സ്വരം. ഹരി. ശരി, കാണാം. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. മോർണിംഗ് സർ. സിനിമാക്കാർക്കും ഇങ്ങനെ ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? സിനിമാക്കാരാണെങ്കിൽ നേരെ അങ്ങ് ഓടിപ്പോവും. ഇതുപോലെ വഴിയിൽ വന്ന് അണച്ചു കുത്തിയിരിക്കില്ല.
തനിക്ക് ചെറുപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. എന്റെ ഈ പ്രായം വരുമ്പോ നിങ്ങളൊന്നും ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. എന്റെ സ്ഥിരം റൂട്ടാണിത്. ഓടി വന്ന് കുറച്ചു സമയം ഇവിടെ ഇരിക്കും, പിന്നെ തിരിച്ച് നടന്നങ്ങ് പോവും. ആ, താനും വാ, ഒരു കൂട്ടായല്ലോ. വിശ്വൻ ഇന്നലെ ശ്യാമയെ പരിചയപ്പെട്ടു അല്ലേ? ആ. അവൾ ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു. എന്തു പറ്റി? ഹരിയെ കുറിച്ച് അവളോട് ചോദിച്ചോ? ഹരിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടപ്പോ അത് ആരാണ് പാടിയെന്ന് ഞാൻ ശ്യാമയോട് ചോദിച്ചു. ഹരിയാണെന്ന് പറഞ്ഞു. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. ഹരിയെ കുറിച്ച് എന്തെങ്കിലും ഒരു മെൻഷനിങ് ഉണ്ടായാൽ മതി, അവൾ അന്ന് മുഴുവൻ മൂഡൌട്ടാ. അയ്യോ സർ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചോദിച്ചല്ല. നോ നോ, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ഫാൾട്ട്. ഇനി കണ്ടുമുട്ടുമ്പോ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയാൻ. വരൂ. ഹരി ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമയുടെ അവന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷമാകുമായിരുന്നു. ആരായി ഹരി? എന്റെ സഹോദരിയുടെ മകൻ. ഹരിയുടെ പ്രസവത്തോട് അവൾ മരിച്ചു. അളിയൻ പിന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. 1-2 വർഷത്തേക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഹരി പിന്നെ ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്, എന്റെ സ്വന്തം മകനെ പോലെ. എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ചന്ദ്രനേക്കാളും ശ്യാമയെക്കാളും സ്നേഹം ഹരിയോടായിരുന്നു. ഹരി ഇപ്പൊ എവിടെയുണ്ട്? ഒരു ബൈക്ക് ആക്സിഡന്റിൽ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അപകടമുണ്ടായിട്ട് 3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഹരി ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. ശ്യാമ പിന്നീട് കോളേജിൽ പോയിട്ടില്ല. ഒക്കെ വിധിയാണ്. കമോൺ, വരൂ. രഥോത്സവം. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിശ്വനാഥൻ. സീൻ നമ്പർ 1. പ്രഭാതം. രഥങ്ങൾ നിരന്നുകിടക്കുന്ന ക്ഷേത്രാങ്കണം. പശ്ചാത്തലത്തിൽ ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. തദരീ നനാനേ തദരീ നന താലനേ താനേ. രോമം അല്ല, രോമാഞ്ചം. ഓ, എന്റെ സംഗീതം കൂടി ഉണ്ടെങ്കിൽ പടം കലക്കും. തദരീ ഞാൻ സാറിന്റെ ഈ കഥയിലെ 1ാമത്തെ രംഗം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. രാഗം ആനന്ദഭൈരവി. ഒരു ലേശം അപശ്രുതി തോന്നിയില്ലേ? സ്വല്പം തോന്നണം. അതെ, ആനന്ദഭൈരവി രാഗം മിശ്രജാപ്പ് താളത്തിൽ പാടുമ്പോ ശ്രുതി തെറ്റണം. അതാ എന്റെ ശരി. നീ ആരോട് ചോദിച്ചിട്ട് എന്റെ സ്ക്രിപ്റ്റ് എടുത്ത്? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും സാർ ഓടാൻ പോയി. മേലിൽ ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറുകയോ അവിടെ നിന്നൊരു കഷ്ണം കടലാത്തെടുക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് കാള കളിക്കാനുള്ളതല്ല ഞാൻ എഴുതി വെക്കുന്ന സാധനം, മനസ്സിലായോ? ചായ ഉണ്ടാക്കിയോ? ഇല്ല, ഇപ്പൊ ഉണ്ടാകാം. നിനക്കവിടെ ഈ ശവപ്പെട്ടി ഇവിടെ എടുത്തോണ്ട് പോ. ശവപ്പെട്ടിയോ? ഇതെന്റെ ചോറാണ് സാറേ. പോയി ചായ ഉണ്ടാക്കി.